പിന്നെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ, ഇത് വളർന്നോ, ഇത് വളരുമോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇത് കേൾക്കുമ്പോ തന്നെ എനിക്ക് അവർക്ക് അറിയില്ലല്ലോ എന്നുള്ള ഒരു സാധനം. 50% ആൾക്കാർക്ക് ഇതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിങ്ങനെ ഭാഗത്ത് വരാതെ പറഞ്ഞ സാധനം തന്നെയാണ് എപ്പോഴും പറയുന്നതെന്ന് അറിയാം. പക്ഷെ ഇതൊരു റിമൈൻഡർ ആണ്. ഹായ്, ഞാനിപ്പം ക്യൂട്ടീസിലാണ് ഉള്ളത്. എന്നെ പോലത്തെ കുറെ ആക്ടേഴ്സിന്റെ തലവര മാറ്റിയ ഡോക്ടർ. 1 വർഷവും 2 മാസം കഴിഞ്ഞ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ഫുൾ റിസൾട്ടിലേക്ക് അല്ലേ. കാരണം ഇതിന്റെ കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതുപോലെ 1 വർഷം എന്നുള്ളതാണ്. അപ്പൊ ആ 1 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ റിസൾട്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് നോക്കരുത്, ഇതിനും കുറവേ വരാൻ ചാൻസ് ഉള്ളൂ. കാരണം ഒരുപാട് എക്സിസ്റ്റിംഗ് ഹെയർ ഉള്ളതാണ്. അതുകൂടെയാണ് ഇന്ന് കാണാനുള്ള മെയിൻ മീറ്റിംഗ്. കാരണം ഈ എക്സിസ്റ്റിംഗ് ഹെയർ എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ലൈഫ് എത്രത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ അത് പോകുന്നതാണോ എന്താന്നൊക്കെ ഒന്ന് അറിയാന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് ഞങ്ങളങ്ങ് പിടിച്ച് വീഡിയോയിൽ കാരണം ഇതിന്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ട് എന്നുള്ളത് എല്ലാവർക്കും എപ്പോഴും വളരെ കുറവായിട്ടാണ് എല്ലാവരും കാണുന്നത്. ചില ഫോട്ടോകൾ മാത്രമേ പറയുള്ളൂ. പക്ഷെ അത് ലൈവായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതിൻ്റെ ഒരു നാച്ചുറാലിറ്റി, അത് പഴയൊരു കാലം വെച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡിലേക്കുള്ള മാറ്റങ്ങളുള്ള റിസൾട്ട്, ഇതെല്ലാം നമ്മൾ ഇതിലൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഫ്രണ്ടൽ ഏരിയ, ഈ ഫ്രണ്ട് ഏരിയയാണ് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നമുക്ക് എപ്പോഴും ഇത് ചെയ്തു എന്നുള്ളൊരു ഫീൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഈ ഒരു ഫസ്റ്റ് ലെയറിൽ ബേബി ഹെയർ ആൻഡ് സിംഗിൾ ഹെയർ പ്ലേസ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്ന ആളുകൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൊടുക്കുന്ന സമയത്തേക്ക് ആ സ്കാൽപ്പ് ഫ്ലാഷിങ് ലിറ്റിൽ ഒരു ലൈറ്റ് ആയിട്ട് പോകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതിൽ ഒരു സീക്രറ്റ് എന്നോടൊപ്പം ചോദിക്കുന്നത് അതാണ്. ഇതൊക്കെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിൽ എല്ലാവരും ചെയ്യുമ്പോൾ. കാരണം ഇതെല്ലാവരും ചെയ്യാൻ വേണ്ടി പോകുന്നത് അവർക്ക് ബെസ്റ്റ് റിസൾട്ട് വേണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന വലിയൊരു ഫോൾട്ട് അതാണ്. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഒരു 4 വർഷം മുമ്പ് ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ് ബെസ്റ്റ്. ഞാൻ കാണുന്ന എൻ്റെ മെത്തേഡ് മാത്രമായിരുന്നു. പക്ഷേ ഈ സമയങ്ങളിലാണ് പല പല ക്ലിനിക്കുകളും ഇതിൻ്റെ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് ഇതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്, പല പല ക്രിയേറ്റീവ് സാധനങ്ങൾ, ഇൻസ്ട്രുമെൻ്റൽ മാറ്റങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തുർക്കിയിൽ പോയിട്ടും അല്ലെങ്കിൽ അമേരിക്കൻ ഇതിൽ പോയിട്ടെല്ലാം ഞാൻ ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ പുതിയ മെത്തേഡുകൾ ലേൺ ചെയ്യാനും, പിന്നെ ഞങ്ങളിവിടെ വരുന്ന പല പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നല്ല ഒപ്പീനിയൻ എടുത്ത് അതിലെ ബെസ്റ്റ് മെത്തേഡ് ആൻഡ് ബെസ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും മെയിൻ നോക്കി എത്രത്തോളം ബെസ്റ്റ് ആക്കാൻ പറ്റും അത് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഒരുവിധം ഒരു 80-90% ആളുകൾക്ക് നമുക്ക് അത്ര ഒരു ലക്ഷറി റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ ഡോണർ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ റിസൾട്ട് ഇതിൽ കിട്ടാനുള്ള റീസൺ ഈ ഒരു മുടിയാണ്. ഇത് കുറച്ച് കുറവാണെങ്കിൽ ഈ ഓഫറിങ് എല്ലാം കുറയും. ഇതുപോലെ ഞാൻ ഭയങ്കര ഓഫറായിട്ട് നല്ല കോൺഫിഡൻറ്റിലൊന്നും പറയില്ല, ഇന്റർവ്യൂസും കുറയും. കുറച്ച് ഡൗൺ ആയി ഈ സീറ്റൊക്കെ ഒന്ന് മാറി സോഫൊക്കെ മാറ്റി ഒരു സാധാ ചെയറിലേക്കൊക്കെ പോകും. കാരണം ആ രീതിയിലായിരിക്കും അതിൻ്റെ റിസൾട്ട്. കാരണം ബാക്കിലെ മുടിയുടെ ക്വാളിറ്റി കുറവാണോ, ഈ റിസൾട്ടും അതാണ്. എന്താണോ എടുത്തു വെക്കുന്നത് അതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇതൊരിക്കലും കമ്പാരിസൺ ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ മുടി ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കും, ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്കത് വേണ്ടാന്നായിരുന്നു. പക്ഷെ ആ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുപോലത്തെ റിസൾട്ട് കിട്ടണമെന്നില്ല. കാരണം ഇതൊരു കേളി അങ്ങനത്തെ ഒരു മുടി ആയതുകൊണ്ട് തന്നെ, ചുരുള മുടി ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുടികളെ അവിടെ വരും. ഇതൊരു സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ ആ രീതിയിലേ വരുള്ളൂ. ഇത് താടി നിർത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേ വരുള്ളൂ. പക്ഷെ നമ്മുടെ മുടിയുടെ ഒരു ക്വാളിറ്റി ഇതായതുകൊണ്ട് തന്നെ ആ ഒരു ഇക്വാലിറ്റി കംപ്ലീറ്റ്ലി കൊടുക്കാൻ പറ്റും. എൻ്റെ ഒരു ഫീൽഡ് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നമുക്ക് ആയിട്ടുണ്ട്. എന്നാൽ പോലും ഞാൻ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് ഹെയറിനുള്ള സപ്പോർട്ട് കൊടുക്കാതെ അത് മെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു തവണയും കൂടെ നമ്മൾ കാണേണ്ടി വരും. അതൊരു പ്രോസസ്സിങ്ങിലാണ്. അപ്പോൾ അതിന് നമുക്ക് PRP സപ്പോർട്ട് ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അടുത്തുള്ള ഡെർമറ്റോളജി ക്ലിനിക്കുകളിൽ പോയിട്ട് ഇല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് എപ്പോഴും അതിനുള്ള അതുകൊണ്ടും കൂടിയാണ് കെയറിങ് എല്ലാ മാസം വന്ന് ഇവിടെ വന്ന് നമ്മുടെ ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്ത് PRP ചെയ്ത് എല്ലാ സപ്പോർട്ടും എപ്പോഴും ക്ലിനിക്കിനോട് ഒരു ടച്ച് ഉണ്ടായി പോകുന്നതുകൊണ്ട് തന്നെ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റി. ആ റിസൾട്ട് കുറച്ചും കൂടി ബെസ്റ്റ് ആക്കാൻ പറ്റി. ആ ഉള്ള മുടിയുടെ ലൈഫ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റി. ഇത് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇത് ഒറ്റ ഷോട്ടിൽ ചെയ്ത് മുങ്ങാം എന്നുള്ള രീതിയിൽ ആരും മൈൻഡിൽ വെക്കരുത്. ഇത് ചെയ്താൽ എപ്പോഴും ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഇത് മാത്രമല്ല, എന്ത് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റും നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഫ്രോണ്ടൽ ഏരിയ ഈ ടോപ്പിൽ ചെയ്യുന്ന സമയത്ത് ഇത് ട്രാൻസ്പ്ലാന്റഡ് ഹെയർ ആണ്. പക്ഷേ ഇവിടെ ഈ പരിസരത്തൊന്നും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഹൈ ഡെൻസിറ്റി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മുടിയുടെ ക്വാളിറ്റി കുറയുമ്പോൾ ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്യും, ഒരു പാട് പോലെ കിടക്കും. അപ്പോൾ ഇതിന് മാച്ച് ആയിട്ടുള്ളൊരു കവറേജ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബട്ട് ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ ഡെൻസിറ്റി പാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എപ്പോഴും ഫസ്റ്റ് സിറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സിറ്റിങ്ങുള്ള ഓപ്ഷൻ ഇവിടെ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പോയി കഴിഞ്ഞ സമയത്ത് എടുത്തു വെക്കാൻ പറ്റില്ല, അത് ഭയങ്കര അൺനാച്ചുറൽ ആയിട്ട് പോയേക്കാം. അപ്പോൾ അത് എല്ലാം പ്ലാൻഡ് ആയിട്ട് ഒരു ഡ്രോയിങ് പോലെ അല്ലെങ്കിൽ നമ്മളൊരു മനസ്സിൽ തട്ടി നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഉള്ളത്. എന്തായാലും ബെസ്റ്റ് ആവട്ടെ. എന്നാലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞുകൊണ്ടു
ആക്ച്വലി യു ആർ ഹാപ്പി റൈറ്റ്? പിന്നെ മൊത്തം മാറിയില്ലേ. അതായത് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഈ ഹെയർ ഇങ്ങനെ കയറി കിടക്കുന്നതും പിന്നെ ഇത്ര ഒരു ലുക്ക് വെച്ചിട്ട് ഫഹദ് എന്ന് പറഞ്ഞു തന്നെയായിരുന്നു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹെയർ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ഹെയർ കോസ്മെറ്റിക് എപ്പോഴും അങ്ങനെയാണ്. നമ്മളെ ഒരു ഫേസിന്റെ മെയിൻ പാർട്ടാണ് ഹെയർ. അപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ആ ഫ്രോണ്ടൽ ഏരിയ പക്ഷെ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല ഹെയറിന്. അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ കിട്ടി കഴിയുമ്പോഴാണ് അതാണ് ബാക്കിലേക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ പലതും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കാലത്ത് നമുക്ക് എല്ലാത്തിനും കുറച്ച് ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാതെ വിടുന്നത് വേണ്ട. കാരണം ഈ നമ്മുടെ ലൈഫ്, നമ്മുടെ മുടി, നമ്മുടെ ഹെൽത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഫാമിലി മുതൽ ഹെൽത്ത് മുതൽ നമ്മുടെ ലുക്ക് ആൻഡ് ആക്ടിവിറ്റി ഇതൊക്കെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി കൊണ്ടുപോകാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഹെൽത്ത് നോക്കുക, അതിനനുസരിച്ച് ആ മുടി നമുക്ക് നല്ലപോലെ കൊണ്ടുപോകാൻ പറ്റും, സ്കിന്ന് കൊണ്ടുപോകാൻ പറ്റും, ഒക്കെ ഫാക്ടറാണ്. അപ്പോൾ എന്ത് ചെറിയ കാര്യങ്ങളും നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പീനിയൻ എടുത്ത് അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് എന്നിട്ട് മാത്രം അതിലേക്ക്. നമ്മൾ ഒറ്റ ഷോട്ടിൽ ചില ആൾക്കാരുണ്ട് വന്ന് നേരെ പ്രൊസീജർ എന്താ ഏതാന്ന് നോക്കില്ല, അങ്ങ് പോയി ചെയ്ത് ഇത് ബോറായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എടുത്ത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ. ട്രാൻസ്പ്ലാന്റേഷൻ എപ്പോൾ ആണെങ്കിലും ചെയ്യാം, പക്ഷെ നാച്ചുറൽ അല്ല. യെസ്, നമ്മൾ നെറ്റിയൊക്കെ പണ്ട് പറയും പേഷ്യൻസ് വന്നിട്ട് ഇങ്ങനെ വേണം എന്നൊക്കെ പറയും. അത് നമ്മൾ അവർ പറയുന്നല്ലേ എന്ന് വിചാരിച്ച് ചെയ്യും. പക്ഷെ ഒരു 6 മാസം 8 മാസം ഇതൊരു 1 വർഷം കഴിയുന്ന സമയത്ത് ഇതെല്ലാം കൂടെ എന്തോ പോലെ അപ്പോൾ ഇതെടുത്ത് ഒഴിവാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഓപ്ഷനൊന്നുമില്ല, അതെടുത്ത് ഒഴിവാക്കാന്നുള്ള ഓപ്ഷൻ അതിലില്ല. അത് നമുക്ക് ഷേവ് ചെയ്ത് നടക്കാം, എന്നാലും ആ സ്പോട്ടി ഹെയർ അവിടെ ഉണ്ടാവുള്ളൂ. കാരണം ഒരിക്കലും ബോറാക്കാത്ത രീതിയിൽ റിസൾട്ട് കുറവ് ഓക്കെ ഫൈൻ, നമുക്കത് മാനേജ് ചെയ്യാം, വീണ്ടും പ്ലേസ് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. പക്ഷേ ഈ കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയർ ലൈന് ടെമ്പിൾ ഏരിയ ഒക്കെ ചെയ്ത് ചില ആൾക്കാർ മീശ താടിയൊക്കെ ചെയ്യും. താടി വളരുന്ന ഇങ്ങനെയാണ്. ഇത് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം? ഒരാളെ ഞാൻ കണ്ടു UAE പുള്ളിക്കാരനെ ഇവിടെ മൊത്തം ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് ബിയേഡ്. അത് കാരണം പുള്ളിക്കാരൻ ഡിപ്രഷനായി. ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് റിസൾട്ട് ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, പക്ഷെ എൻ്റെ മുടി വളർന്നത് ഇങ്ങനെയാണ്, എന്നും ക്ലീൻ ഷേവ്. ഒരു ദിവസം ഷേവ് ചെയ്തില്ലെങ്കിൽ ഇത് ഫുൾ ഭയങ്കര അൺനാച്ചുറൽ. പുള്ളിക്കാരൻ അത് ഭയങ്കര ഹെഡേക്ക് ആയിട്ട് ഇത് എന്തെങ്കിലും എടുത്ത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത്. ഇനി എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാലും അവിടെ സ്പോട്ടി സ്കാർ ഫീൽ. പക്ഷെ അത് എടുത്ത് വീണ്ടും കറക്റ്റ് ചെയ്യാന്നുള്ള വലിയൊരു പണിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് എവിടെ പോയി ആരും എന്ത് കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ഒപ്പീനിയൻ എടുക്കുക, അത് എന്ത് രീതിയിൽ വരും, ഓവർ ഡ്രീം വെക്കാതെ ദൈവം തന്ന പോലെ എന്നുള്ളതല്ല, നമ്മുടെ മാത്രം നോക്കിയിട്ടുള്ള രീതിയിൽ ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇത് എന്തായാലും അടിപൊളി ആവട്ടെ ഇനിയുള്ളതും. അടുത്ത ഷൂട്ട് ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഡൈ ചെയ്യാം, യു ആർ നോർമൽ, ഇത് നാച്ചുറൽ ഹെയർ പോലെ എന്തും ചെയ്യാം. ഹെയർ കട്ടൊക്കെ ഇങ്ങനെ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ ആലോചിച്ചത് ഈ ഹെയർ കട്ടൊക്കെ ചെയ്യാൻ ചെല്ലുമ്പോഴേ പിന്നെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ, ഇത് വളർന്നോ, ഇത് വളരുമോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇതെന്താ അല്ല അവർക്ക് അറിയില്ലല്ലോ. ഇത് ഇപ്പോഴും ഒരു 50% ആൾക്കാർക്ക് ഇതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിങ്ങനെ ഭാഗത്ത് വരാതെ പറഞ്ഞ സാധനം തന്നെയാണ് എപ്പോഴും പറയുന്നതെന്ന് അറിയാം, പക്ഷെ ഇതൊരു റിമൈൻഡറാണ്. അപ്പൊ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. വളരെ താങ്ക്സ്. ഇതേപോലെ എപ്പോഴും വരിക, ഇടയ്ക്കിടയ്ക്ക് കാണുക, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം. കാരണം ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് എന്താണ്, ബാക്കിയുള്ള മുടി പോകുന്നുണ്ട്, ഇതിനൊക്കെ ഒന്ന് വന്ന് ക്ലിനിക്കുകളെ കോൺടാക്ട് ചെയ്യാം. അത് ഈ ക്ലിനിക്ക് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഏതെങ്കിലും ക്വാളിറ്റിയുള്ള ഡെർമറ്റോളജി ഉള്ള ഒരു ക്ലിനിക്കിൽ നിങ്ങൾ പോവുക. അവരെല്ലാം ഇവാലുവേറ്റ് ചെയ്ത് അവരെല്ലാം പറഞ്ഞു തരും എന്താണ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു തരും. ആ ഒരു ഫോളോ അപ്പ് സെറ്റ് ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ ഈ ക്ലിനിക്ക് തന്നെയാണ് ഡോക്ടർ എളിമയുടെ പുറത്ത് അത് പറയും. നമ്മളത് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയും ചില ആൾക്കാർക്ക് അവിടെ ക്യൂട്ടീസ് അടുത്തുണ്ടാവില്ല, അവരാണെങ്കിൽ PRPയും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. നമ്മൾ ഈ പ്രൊസീജിയറിന്റെ ബുദ്ധിമുട്ട് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ അറിയാലോ. ഒരു 6 ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിൽ മാറ്റി വെച്ച് ഇത്ര കഷ്ടപ്പെട്ടൊരു ലോങ് ടൈം പ്രൊസീജിയർ ചെയ്ത് ഞങ്ങളും ആ പ്രൊസീജിയറിന്റെ പുറകെ നടന്ന് എല്ലാവർക്കും ഇവിടുന്ന് പ്രൊസീജിയർ ചെയ്ത് റിസൾട്ട് കുറഞ്ഞെന്ന് പറയുമ്പോൾ അവരെക്കാളും സങ്കടം ഞങ്ങൾക്കുണ്ടാവും. കാരണം അത്ര സമയം ഇരുന്ന് അത്ര ടീം ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ബാക്കിയെല്ലാം സെക്കൻഡറി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ പോസ്റ്റ് ഓഫ് കെയർ എന്താണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചെയ്യാം. അതിപ്പോൾ പറഞ്ഞ പോലെ ഏത് ക്ലിനിക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് യു വാണ്ട് ടു സെലക്ട്. എപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന റിസൾട്ടുകൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ഡെർമാറ്റ് ക്ലിനിക്കുകൾ സെലക്ട് ചെയ്യുക. ഇതിപ്പോഴും ഉണ്ട്. ഒന്നും ബോധർ ചെയ്യാതെ പോയിട്ട് ഫീഡ്ബാക്കുകൾ നോക്കില്ല, ഒന്നും നോക്കില്ല, പ്രൈസിന്റെ ഒരു ലാഭം നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഓഫറുകൾ കാണും, അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ച് വരും. പറയുന്ന പോലെ ഇപ്പൊ പണ്ട് നമ്മളെ ക്ലിനിക്ക് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ലോ പ്രൊഫൈൽ ക്ലിനിക്കായിരുന്നു. പക്ഷെ അവിടെ ഒരു കോസ്മെറ്റോളജി ക്ലയൻസ് വരുന്ന സമയത്ത് അവർ പറയും സാർ ഇത് ഇരിക്കാനൊരു പ്രൈവസി ഇല്ല, കാര്യങ്ങളില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതെനിക്കറിയാം, പക്ഷേ ഈ പ്രൈസ് നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കാലത്തിന്റെ മാറ്റം ക്യൂട്ടീസിലും വരുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നലെ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് റൈഫിൾ ക്ലബ്ബ് മൂവി ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഒരു 1 month സംതിങ് ആയിടണോ ഒരു 3 months ആ ഒരു പ്രോസസ്സിംഗ് അത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. എൻ്റെ അറ്റൻഷൻ മൊത്തം നിങ്ങളെ തലയിലാണ്. കാരണം നമ്മളെ അത്ര വർക്ക് ചെയ്ത ഒരു സ്കാൽപ്പും കൂടി ആകുമ്പോൾ ആ മൂവി അറ്റൻഷൻ കൊടുക്കാൻ പറ്റിയില്ല.
എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? മാനേജ് ചെയ്യാൻ പറ്റിയോ? കുഴപ്പമുണ്ടായില്ല. കാരണം ഒരു റിസൾട്ട് ഫോർമേഷൻ ടൈം ആയിരുന്നു എനിക്ക് അത് തോന്നി. റിസൾട്ട് ഫോർമേഷന്റെ ടൈമും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതിന്റെ കുറച്ച് ഭാഗം വീണ്ടും കാട്ടിനകത്തുള്ള കുറച്ച് മുടി കുറച്ചുകൂടെ മുടി വന്നു. പക്ഷെ ആ 2 ആക്ട് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റി. ഭാഗ്യം. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത ഷൂട്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇനി അടുത്ത പ്രൊജക്റ്റ് ഒക്കെ അടിപൊളിയാവട്ടെ. ഇത് പറഞ്ഞ പോലെ എല്ലാവരും സെൽഫ് കെയർ ആൻഡ് ഹെയറിന്റെ സംഭവങ്ങളിൽ എപ്പോഴും കൺസൾട്ട് ചെയ്ത് എനിക്ക് എത്ര വരും റിസൾട്ട് എന്നുള്ളത് ചോദിച്ചിട്ട് പ്രൊസീഡ് ചെയ്യുക. ഡോണ്ട് കമ്പയർ വിത്ത് അതർ പേഴ്സൺ. ഇതുപോലത്തെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ആരും ഈ പ്രൊസീഡ് ചെയ്യരുത്. ഇതെപ്പോഴും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഡോണർ ഏരിയ, നിങ്ങളെ ഹെയർ, നിങ്ങളെ സ്കിന്ന് ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒപ്പീനിയൻ എടുത്തിട്ട് മാത്രം പ്രൊസീജിയറിലേക്ക് പോവുക. ഇതാണ് എനിക്കിതിൽ പേഴ്സണലി പറയാനുള്ളത്. നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലാസ്റ്റ്. എനിക്ക് അത് തന്നെയാണ് പറയാൻ. എൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇത് അത്യാവശ്യം നന്നായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു തലയാണ്. അതിനുള്ളൊരു മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്ച്വലി എന്നോട് ഒരുപാട് ഡ്രീമൊന്നും പറഞ്ഞില്ല. എനിക്ക് ഉള്ളതിൽ കുറച്ച് അത്യാവശ്യം നന്നാക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതെനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഓക്കെ, സന്തോഷം.